പ്രളയത്തിന്റെ ആ ഒരു ഭീകരത അങ്ങനത്തെ ഒരു സാധനം ആണ് നമുക്ക് നോർമലി ആ ടൈപ്പിൽ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്. പക്ഷെ ട്രെയിലറിൽ അങ്ങനെ ഒന്നും കിട്ടില്ല. പ്രളയശേഷം ഒരു ജലഗംഗ ആക്ച്വലി പ്രളയത്തെ കുറിച്ച് പറയുന്ന സിനിമയല്ല, പ്രളയത്തിൽ അകപ്പെട്ടു പോയ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള സിനിമയാണ്. നമ്മൾ പ്രളയം പ്രളയം വന്നിട്ടും നമ്മൾ അതിജീവിച്ച ആളുകളാണ്. അങ്ങനെ അതിജീവനത്തിലേക്ക് എത്തിയ ഏത് രീതിയിൽ നിന്നുള്ളതല്ല, അതിജീവനം നടത്തിയ ആളുകളെ കുറിച്ചുള്ള സിനിമയാണ്. അതുകൊണ്ടാണ് പ്രളയത്തെ അത്ര കണ്ട് ചിത്രീകരിക്കാതെ പ്രളയത്തിൽ അകപ്പെട്ടവരുടെ മാനസിക പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇങ്ങനൊരു കഥാപാത്രം കേട്ടോ ഫസ്റ്റ് മൈൻഡ് വന്നത് എന്തായിരുന്നു? ഇതിനു വേണ്ടി നമ്മൾ എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും എനിക്കൊരു മേജർ റോൾ ചെയ്യണം, എന്റെ ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു അംഗീകാരം ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടിയോ? 14 വർഷത്തെ എന്റെ കാത്തിരിപ്പില് എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു സമ്മാനമാണ് ഈ സിനിമ. അത് എന്നിലേക്ക് ഈ ക്യാരക്ടർ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം വന്ന സന്തോഷം തന്നെയാണ്. പിന്നെ മനോഹരൻ ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു തരികയും ഈ ഒരു ക്യാരക്ടർ എങ്ങനെ അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ കൂടുതൽ ഈ സിനിമയോട് ഇഷ്ടമായി. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യുന്നത്. 14 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാത്തിരിപ്പല്ല. അല്ല, ഏതെങ്കിലും ഒരു പോയിന്റില് എനിക്ക് വേണ്ട പോലെ കിട്ടുന്നില്ല തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഫിലിം അങ്ങനെ ഉണ്ടോ നഷ്ടപ്പെട്ടു? അല്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സിനിമ എല്ലാം കൂടെ ഒത്തുചേർന്ന് എനിക്ക് വന്ന ഒരു സിനിമയാണ്. ചിലപ്പോൾ എന്റെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഉത്തരമാണ് ഈ സിനിമ.